Nuclear physics for degree physics. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പ്രോഗ്രസ്സിൽ പരമപ്രാധാന്യമുള്ള രണ്ട് ഘടകങ്ങളാണ് ആക്സിലറേറ്റേഴ്സ് ആൻഡ് ഡിറ്റക്റ്റേഴ്സ്. ഇതിൽ ചില ഇപ്പോഴും ഉപയോഗത്തിലിരിക്കുന്ന അതും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതുമായ ചില ഡിറ്റക്റ്റേഴ്സും ആക്സിലറേറ്റേഴ്സും നമ്മൾ ചർച്ച ചെയ്യുന്നു. നമുക്കറിയാം, റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ഹൈ എനർജി ഇലക്ട്രോൺസിനെയാണല്ലോ ബീറ്റ പാർട്ടിക്കിളെന്ന് പറയുക. ഏതാണ്ട് 0.5 MeV ഒക്കെയാണ് അതിൻ്റെ റേഞ്ച്, എനർജി റേഞ്ച്. പക്ഷേ എക്സ്റേ പ്രൊഡക്ഷൻ അതുപോലെ മറ്റുള്ള ന്യൂക്ലിയർ പ്രോസസ്സുകളൊക്കെ നടത്തുന്നതിന് നമുക്ക് അതിലും കൂടിയ എനർജിയുള്ള ഇലക്ട്രോൺസ് ആവശ്യം. അതിന് അങ്ങനെ ഇലക്ട്രോണിനെ ഹൈ എനർജിയിലേക്ക് വളരെ റിഫൈൻഡായിട്ടുള്ള ബീറ്റാട്രോൺ എന്ന് പറയുമ്പോൾ ഈ പേര് ബീറ്റ പാർട്ടിക്കിൾ, റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ഇലക്ട്രോണിന് ബീറ്റ പാർട്ടിക്കിൾ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇലക്ട്രോണിന് സ്പീഡപ്പ് ചെയ്യാനുള്ള മെഷീൻസിന് ബീറ്റാട്രോൺ എന്ന പേര് കൊടുക്കും. അപ്പോൾ വളരെ റിഫൈൻഡായിട്ടുള്ള 1941 ആദ്യത്തെ ബീറ്റാട്രോൺ ഡിസൈൻ ചെയ്തത്. വളരെ റിഫൈൻഡായിട്ട് അതിന് 2.8 MeV എനർജിയാണ് സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ അതിലൊക്കെ വളരെ കൂടി 1000 MeV എനർജിയൊക്കെ ഉള്ള ബീറ്റ പാർട്ടിക്കിളിനെ ബീറ്റാട്രോൺ എനർജി സപ്ലൈ ചെയ്യാൻ കഴിവുള്ള ബീറ്റാട്രോൺസ് നിലവിലുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എനർജി ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് കൂട്ടുക ബുദ്ധിമുട്ടാണ്. കാരണം റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റാട്രോണിൻ്റെ ചില ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു സ്റ്റെബിലൈസ്ഡ് ഓർബിറ്റിൽ കോൺസ്റ്റൻറ്റ് റേഡിയസ് ഉള്ള ഓർബിറ്റിൽ ഇലക്ട്രോണിനെ കറക്കുന്നു. എന്നിട്ട് ഇൻക്രീസിങ് സ്ട്രെങ്ത് ഉള്ള അല്ലെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഈ ഇങ്ങനെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ നടക്കും. ഈ ഇലക്ട്രോൺ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ഈക്വലൻ്റ് ടു എ കറണ്ട്, സർക്കുലർ കറണ്ട്. അപ്പോൾ അത് ഒരു ഇൻക്രീസിങ് ഫ്ലക്സ് ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലോ ആണ് ഇത് കറങ്ങുന്നതെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കും. ഈ ലെൻസസിനനുസരിച്ച് ഈ ഇൻഡ്യൂസ്ഡ് ഇൻഡക്ഷൻ ഈ ഇൻക്രീസിങ് ഫ്ലക്സിനെ കൗണ്ടർ ചെയ്യണം. അതിനു വേണ്ടി കൂടുതൽ സ്പീഡിൽ ഇലക്ട്രോൺ കറങ്ങാൻ നിർബന്ധിതമാകും. കാരണം അതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഈ നമ്മൾ കൊടുക്കുന്ന ഇൻക്രീസിങ് ഫ്ലക്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതിന് എനർജി കൂടുതൽ എനർജി കിട്ടും. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇങ്ങനെ സംഭവിക്കാൻ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഈ സ്റ്റേബിൾ ഓർബിറ്റ് കറങ്ങി എനർജി അക്വയർ ചെയ്യാൻ വേണ്ടി രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് ബീറ്റാട്രോൺ കണ്ടീഷൻസ് എന്ന് പറയുക. അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇത് സർക്കിളിൽ കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ ഓർബിറ്റായി കാണിച്ചിരിക്കുന്നത്. ഈ ഓർബിറ്റിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B എന്നിരിക്കട്ടെ, ഞാനിപ്പോൾ സെൻട്രി വരച്ച് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ ഓർബിറ്റിൻ്റെ ഭാഗത്ത്, അതായത് ഓർബിറ്റിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അപ്ലൈഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B, ഇതിനുള്ളിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ഫൈ എന്നും ഇരിക്കട്ടെ. ഈ ഫൈ നമ്മൾ ക്രമേണ കൂട്ടുന്നു. അപ്പോൾ ഇൻഡക്ഷൻ നടക്കും. EMF induced in the electron paths by changing magnetic flux. ഫാരഡേസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF
അല്ലെ വോൾട്ടേജ് വി ഈക്വൽസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് d∅/dt. നെഗറ്റീവ് സൈന് ഉണ്ട്, അത് നമ്മൾ ഒഴിവാക്കുന്നു കാൽക്കുലേഷന് വേണ്ടി. where phi is the instantaneous value of the magnetic flux perpendicular to the plane of the electron orbit. എങ്കിൽ work done on an electron in one revolution എന്ന് പറയുന്നത് നമുക്കറിയാം വി ക്യു, ഡബ്ല്യു ഈക്വൽസ് വി ക്യു. ഇവിടെ ഇപ്പോൾ ക്യു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ചാർജാണ്, വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദി ഇലക്ട്രോൺ ഈസ് ഇ വി ഈക്വൽസ് ഇ ഇൻറ്റു വി ഈസ് d∅/dt. എങ്കിൽ ഇലക്ട്രോണിൻ്റെ സ്പീഡ് ഇവിടെ കൂടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഓർബിറ്റിന് ടാൻജൻഷ്യലായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടെന്നർത്ഥം. അപ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് ഓൺ ദി ഇലക്ട്രോൺ എഫ് ഈക്വൽസ് dw/ds. dw എന്ന് പറഞ്ഞാൽ എഫ് ഡി എസ് ബൈ ഡി എസ്. അപ്പോൾ എഫ് കിട്ടുമല്ലോ, dw/ds. ദിസ് ഫോഴ്സ് അപ്പോൾ ഒരു റവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ dw ഇപ്പോൾ കണ്ടു ഇ വി ആണ്, ഡി എസ് എന്ന് പറയുന്ന ഒരു ഓർബിറ്റിൻ്റെ ഒരു പാത്തിൻ്റെ ലെങ്ത് ദറ്റ് ഈസ് 2πr. അപ്പോൾ ഈ ബൈ 2πr ഇൻറ്റു വിയുടെ സ്ഥാനത്ത് d∅/dt. ഇനി ന്യൂട്ടൺസ് ലോ അനുസരിച്ച്, ഫോഴ്സ് ലോ അനുസരിച്ച് എഫ് ഈസ് ഫോഴ്സ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം dp/dt. ഈ സ്റ്റെബിലിറ്റിക്കുള്ള കണ്ടീഷൻ ഈ ഓർബിറ്റിൽ ഫിക്സ്ഡ് ആയിട്ട് കറങ്ങണമെങ്കിൽ നമുക്ക് ഇത് ഈ എഫിൻ്റെ സ്ഥാനത്ത് ഇതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫിൻ്റെ സ്ഥാനത്ത് dp/dt ഈക്വൽസ് e/2πr ഇൻറ്റു d∅/dt, ഫ്രം വിച്ച് dp ഈക്വൽസ് e/2πr ഇൻറ്റു d∅. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഇനി സർക്കിളിൽ കറങ്ങുന്നുണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇലക്ട്രോണിനുണ്ട്. അതിനുള്ള കണ്ടീഷൻ നമുക്കറിയാം, സൈക്ലോട്രോൺ കണ്ടീഷൻ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് BeV ഈക്വൽസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r, where m is m0/√1 minus v²/z², relativistic mass. ഇവിടെ നിന്ന് എം വി എടുത്തു കഴിഞ്ഞാൽ എം വി ഒരു വി അങ്ങ് ക്യാൻസൽ ചെയ്യും, എം വി ഈക്വൽസ് BER. എം വി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം പി ആർ. അപ്പോൾ ചുരുക്കത്തിൽ എം വി ഈക്വൽസ് പി ഈക്വൽസ് BER. ഇവിടെ നിന്ന് ഡിഫറൻഷ്യൽ എടുക്കുക, dp ഈക്വൽസ് ഇ ഇൻറ്റു ആർ. സ്റ്റേബിൾ ഓർബിറ്റ് ആകുമ്പോൾ ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്, ഈ ഇലക്ട്രോൺ ചാർജ്, അപ്പോൾ ഇ ആർ കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ dp ഈക്വൽസ് ER ഇൻറ്റു dB. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് റേഡിയസ് ഉള്ള ഓർബിറ്റിൽ കറങ്ങി എനർജി പിക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണമെങ്കിൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 dp സെയിം ആയിരിക്കണം. ഇക്വേഷൻ 1 dp ഇത്, ഇക്വേഷൻ 2 സെൻട്രിപെറ്റൽ ഫോഴ്സും കണക്കിലെടുക്കുമ്പോൾ കിട്ടുന്ന dp ഇത്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കമ്പയറിങ് ഇക്വേഷൻസ് 1 and 2. അതാണ് ഫിക്സഡ് റേഡിയസ് ഉള്ള ഓർബിറ്റിൽ കറങ്ങി എനർജി കൂടുതൽ എനർജി പിക്കപ്പ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് dp സെയിം ആയേ പറ്റൂ. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റവും ടാൻജൻഷ്യൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റവും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കമ്പയറിങ് 1 and 2, e/2πr ഇൻറ്റു d∅ ഈക്വൽസ് e ഇൻറ്റു ആർ ഇൻറ്റു dB, ഓർ d∅ ഈക്വൽസ് 2πr² ഇൻറ്റു dB. ഇൻ്റഗ്രേറ്റിംഗ് വിത്തിൻ ദി ലിമിറ്റ്സ് 0 to ഇനിഷ്യൽ വാല്യൂ 0 എന്ന് എടുക്കുക, ഫൈയുടെയും ബിയുടെയും ഫൈനൽ വാല്യൂ ഫൈ എന്നും ബി എന്നും എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്തിൻ ദി ലിമിറ്റ്സ് 0 to 0 and 5/b. അപ്പോൾ നമുക്ക് കിട്ടുന്നത് d∅ ഇൻ്റഗ്രൽ ഫൈ ഈക്വൽസ് 2πr² ഇൻറ്റു ബി. ദിസ് ഈസ് ദി കണ്ടീഷൻ ഫോർ സ്റ്റെബിലൈസ്ഡ് ഇലക്ട്രോൺ ഓർബിറ്റ്. ഇവിടെ രണ്ട് കണ്ടീഷൻ ഇതിൽ നിന്ന് കാണാം. ഒന്ന്, മാഗ്നറ്റിക് ഫ്ലക്സ് through the orbit of radius r is always proportional
to the strength of the magnetic field at the orbit B. അപ്പോൾ സെൻറ്ററിൽ ഫ്ലക്സ് ഏറ്റവും കൂടുതലും ഓർബിറ്റിൻ്റെ, അതായത് ഇലക്ട്രോൺ ഓർബിറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പം ഈ ഫ്ലക്സ് കുറഞ്ഞും വരണം. അപ്പോൾ അതാണ് ഒരു കണ്ടീഷൻ. ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു ബി. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ ബിയെ ഈ ഓർബിറ്റിൻ്റെ ഉള്ളിലെ ബി എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ഏരിയയാണ്. അപ്പോൾ ഏരിയ, സർക്കുലർ ഏരിയ പൈ ആർ സ്ക്വയർ, പൈ ആർ സ്ക്വയർ ഇൻറ്റു ബി എന്നായിരുന്നു കിട്ടേണ്ടത്. ബി യൂണിഫോം ആണ് ഓർബിറ്റിനുള്ളിൽ എല്ലായിടത്തും എങ്കിൽ ഫൈ ഷുഡ് ബി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു ബി. പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്ന 2 പൈ ആർ സ്ക്വയർ ഇൻറ്റു ബി എന്നാണ്. അപ്പോൾ ഫൈ ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദി ഓർബിറ്റ് ഈസ് ട്വൈസ് വാട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ if the magnetic field were uniform throughout the orbit at the value B. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക വിധത്തിൽ വേണം നമുക്ക് കാര്യങ്ങൾ നടത്താൻ. ഇതിനു വേണ്ടി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് സാധാരണ അപ്ലൈ ചെയ്യുന്നത് 50 സൈക്കിൾസിൻ്റെയോ 60 സൈക്കിൾസിൻ്റെയോ AC ഉപയോഗിച്ചാണ് ഈ ചേഞ്ചിങ് ഫ്ലക്സ് ഇവിടെ ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ക്വാർട്ടറിൽ ഫ്ലക്സ് 0 to മാക്സിമം എത്തും, പിന്നെ ഫ്ലക്സ് കുറയും. ആ 0 to മാക്സിമം എത്തുന്ന, അതായത് ഒരു ക്വാർട്ടർ സൈക്കിളിലാണ് ഈ എനർജി നമ്മൾ പിക്കപ്പ് ചെയ്യുക, ഈ ഇലക്ട്രോൺ പിക്കപ്പ് ചെയ്യുക. ആ സമയം ആകുമ്പോഴത്തേക്ക് ഈ എനർജറ്റിക് ഇലക്ട്രോണിനെ ഓർബിറ്റിൽ നിന്ന് മാറ്റി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എക്സ്റേ പ്രൊഡക്ഷൻ ആണെങ്കിൽ ടാർഗറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യും ആൻഡ് സോ ഓൺ. അതിനുള്ള ഡിവൈസസൊക്കെ അതിനകത്ത് അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് പോൾ പീസസ്, മാഗ്നറ്റിക് പോൾ പീസസ് ആണ് ഉപയോഗിക്കുക. ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രത്യേക രീതിയിൽ ഷേപ്പ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് പോൾ പീസസ്, ഇലക്ട്രോ മാഗ്നറ്റിക് പോൾ പീസസ് ഉപയോഗിക്കും. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് കൂടെ കടത്തിവിടുന്നത് 50 സൈക്കിൾസിൻ്റെയോ 60 സൈക്കിൾസിൻ്റെയോ AC ആണ്. പിന്നെ ഇവാക്വേറ്റഡ് ഓവൽ ഷേപ്പുള്ള സർക്കുലാർ ട്യൂബ്, ഹൈലി ഇവാക്വേറ്റഡ് ട്യൂബിനകത്ത് തെർമിയോണിക് എമിഷൻ മൂലമോ വല്ലതുമാണ് ഇലക്ട്രോണിനെ അവിടെ സൃഷ്ടിക്കുക. ഇത് ഗ്ലാസ് കൊണ്ടോ സിറാമിക് കൊണ്ടോ ഉള്ള ട്യൂബായിരിക്കണം. കാരണം എഡി കറണ്ട് ഫോർമേഷൻ ഒന്നും നടക്കാൻ പാടില്ല. അത് ഈ കണ്ടീഷനെ അപ്സെറ്റ് ചെയ്യും. മെറ്റാലിക് ട്യൂബൊക്കെ ആണ് എങ്കിൽ ഈ കണ്ടീഷൻ അപ്സെറ്റ് ചെയ്യും, കാരണം എഡി കറണ്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ട് ഗ്ലാസ് ട്യൂബോ സിറാമിക് ട്യൂബോ ആണ് ഈ ഇലക്ട്രോൺ കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇവാക്വേറ്റഡ് ട്യൂബ് ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുക്കുക. ഇനി ഇതിൻ്റെ ഇംപ്രൂവ്ഡ് വേർഷനാണ് സിങ്ക്രോ ബീറ്റാട്രോൺ, അല്ലെ ഇലക്ട്രോൺ സിങ്ക്രോട്രോൺ എന്ന് പറയും. വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. വരുന്ന പോസ്റ്റിങ്സ് അതുണ്ട്, സിങ്ക്രോ സൈക്ലോട്രോൺ ആൻഡ് സോ ഓൺ. അടുത്ത പോസ്റ്റിങ്സിൽ കാണും. താങ്ക് യു.